കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്ത് വികസന പാതയിൽ പഞ്ചായത്തിലെ 3 വാർഡുകളിൽ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളുടെ പ്രവർത്തനോദ്ഘാടനം കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി നിർവഹിച്ചു. 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച കുളക്കടവ് വെളിമ്പനം റോഡിന്റെ ഉദ്ഘാടനവും നടത്തി. കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7 എന്നീ വാർഡുകളിൽ കൊച്ചി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർമ്മാണം പൂർത്തീകരിച്ച 10ാം വാർഡിലെ കുളക്കടവ് വെളിമ്പനം റോഡിന്റെ ഉദ്ഘാടനവും കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി നിർവഹിച്ചു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഡർ ഉദ്ഘാടനങ്ങളൊന്നും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം തന്നെ 3-4 വെച്ച് നടത്തുന്നത്. കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷയായി. ബഹുമാന്യനായ കൊച്ചിയിലെ എംഎൽഎ 10ാം വാർഡിന്റെ ഉദ്ഘാടനം വർക്ക് ഉദ്ഘാടനമല്ല, അത് പൂർത്തീകരണ ഉദ്ഘാടനമാണ്. 40 ലക്ഷത്തിന്റെ ഒരു ഫണ്ടാണ് അവിടെ തന്നു കൊടുത്തത്. അതിനുശേഷം 7ാം വാർഡിന് ഒരു വർക്ക് തന്നു. ആ വർക്കിന്റെ പൂർത്തീകരണമല്ല, വർക്ക് ഉദ്ഘാടനമാണ് ചെയ്തത്. അതിനുശേഷം 3ാമത് 6ാം വാർഡിന്റെയും 13 ലക്ഷത്തിന്റെ ഒരു വർക്ക് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ 5ാം വാർഡിന് ബഹുമാന്യനായ എംഎൽഎയുടെ വികസന ഫണ്ടിൽ നിന്ന് 28 ലക്ഷം രൂപയുടെ രാജീവ് ഗാന്ധി റോഡ് ഉദ്ഘാടനം തന്നു. അങ്ങനെ ഒരു ദിവസം റിലേ പോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ എംഎൽഎ നമ്മുടെ കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ 50 കോടി രൂപയോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ വിവിധ വാർഡുകളിലായിട്ട് തന്നിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ബേസിൽ പുത്തൻവീട്ടിൽ, BS ജോസഫ്, പ്രവീൺ ബാബു, സജീവ് ആന്റണി, ലീജ തോമസ്, മേരി ഹർഷ എന്നിവർ സംസാരിച്ചു. വിവിധ കക്ഷി നേതാക്കളായ PA പീറ്റർ, ആന്റണി പുത്തൻവീട്ടിൽ, ജെയ്സൺ ജോസഫ്, സുനീഷ്, KK കാർത്തികേയൻ, പ്രദേശവാസികൾ എന്നിവർ സംബന്ധിച്ചു. വളരെ സന്തോഷം നിറഞ്ഞൊരു സുദിനമാണ്. ഇന്ന് ഇപ്പോൾ 4 വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് എംഎൽഎയുടെ വന്നിരിക്കുന്നത്. ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കർ വർക്ക് പൂർത്തീകരിച്ചായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു. കുംബ്ലങ്ങി മാത്രം എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് 50 കോടി രൂപയുടെ വർക്ക് എംഎൽഎയുടെ വന്നിട്ടുണ്ട്. ഈ കൊച്ചി മണ്ഡലത്തിൽ നോക്കിയാൽ 2000 കോടി രൂപയുടെ പ്രോജക്റ്റും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജനകീയ എംഎൽഎ എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് ജനകീയ എംഎൽഎ ആയത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എംഎൽഎ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.